നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണനയിലെടുക്കുക. മലയാള സിനിമ എപ്പോഴും എന്നും എക്കാലവും പ്രതിഭ കൊണ്ട് സമ്പന്നമാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സംവിധായകരായാലും എഴുത്തുകാരായാലും നടന്മാരായാലും നടിമാരായാലും ഏതു മേഖല എടുത്തവരും മലയാളത്തിൽ നിന്നായിരിക്കും ടോപ്പായിട്ടുള്ള ആൾക്കാർ. എന്നും എപ്പോഴും, ഏത് പഴയ കാലമൊന്നും പുതിയ കാലമൊന്നൊന്നുമില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യൻ സിനിമ നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊണ്ട് ഞെട്ടിക്കുന്നത് മലയാള സിനിമയാണ്. ഇപ്പം ഏറ്റവും അവസാനം ഇറങ്ങിയ തുടരും ഒരു സൂപ്പർ താരത്തിൻ്റെ ചിത്രം 200 കോടി കടന്നപ്പം 242 കോടി നേടിയപ്പോൾ കണ്ടന്റ് കൊണ്ട് ലോക എന്ന് പറഞ്ഞ സിനിമ കല്യാണി പ്രിയർസന്റെ ഒരു നായിക പ്രാധാന്യമുള്ള സിനിമ 300 കോടി മലയാളത്തിൽ ആദ്യമായിട്ട് പോകും. കാരണം എല്ലാം കൊണ്ടും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് മലയാള സിനിമ ഓരോ വർഷവും നൽകുന്നത്. 2026 മലയാള സിനിമ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ഇറങ്ങുന്ന വർഷം കൂടിയാണ്. എനിക്കൊന്ന് ഇത്രയും ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ പല നടന്മാരുടെ ഇറങ്ങുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കാം. എന്തായാലും 2026 ഒരു പെട്ടെന്നുള്ളൊരു തിരിഞ്ഞോട്ടം, ഉറപ്പായിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും പ്രതീക്ഷ ഒരുപാടുള്ള ചിത്രങ്ങൾ. ഇപ്പോൾ നമുക്ക് തുടക്കത്തിൽ ജയസൂര്യ ഒരു തിരിച്ചുവരവിനായിട്ട് ഇങ്ങനെ ഓങ്ങി നിൽക്കുന്നതാണ്. നിവിൻ പോളി, ജയസൂര്യയുടെ 2 ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളാണ് അടുത്ത വർഷം വരുന്നത്. ഒന്ന് നമ്മുടെ കത്തനാര, അനുഷ്ക ഷെട്ടി നായിക, ബാഹുബലിയിലെ അനുഷ്ക ഷെട്ടി നായികയാകുന്ന ചിത്രം, വമ്പൻ ക്യാൻവാസിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രം, ഒരുപാട് വർഷം ഷൂട്ട് ചെയ്ത സിനിമ, ഒരുപാട് ബഡ്ജറ്റ് ഒരുങ്ങുന്ന സിനിമ. എനിക്ക് തോന്നുന്നു പലരും അതിനകത്ത് അഭിനയിച്ചവരൊക്കെ ഇത് ഇന്ത്യൻ സിനിമയ്ക്ക് ലോക സിനിമയ്ക്ക് വെക്കാൻ പറ്റുന്ന മുതൽക്കൂട്ടം എന്നൊക്കെ പറഞ്ഞ നടന്മാരൊക്കെ അതിനകത്ത് അഭിനയിച്ച നടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കണ്ടറിയാം. പക്ഷേ ബിഗ് ബഡ്ജറ്റിലാണ്, വലിയ ക്യാൻവാസിനാണ് ഒരുക്കുന്നത്. ജയസൂര്യയുടെ ഒരു വലിയ മാറ്റത്തിനുള്ള ചുവടുവെപ്പായിരിക്കും ഒരുപക്ഷെ കത്തന. അതുപോലെ തന്നെ ആട് ഫ്രാഞ്ചൈസിലെ 3ാമത്തെ പാർട്ട് ആട് 3 വലിയ ക്യാൻവാസിലാണ്, 3D പറയുന്നു, ടൈം ട്രാവൽ പടമാണെന്ന് പറയുന്നു. അതും ഈ പറഞ്ഞ പോലെ ബിഗ് ബഡ്ജറ്റിൽ യാതൊരു വിധേയമായ കുറവും വന്നിട്ടില്ല. ഫ്രൈഡേ ഫിലിംസിലെ വിജയ് ബാബുവും കാവ്യ ഫിലിംസ് വേണുഗോപാലിലൂടെ ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അന്നേരം ജയസൂര്യയുടെ 2 ചിത്രങ്ങൾ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ തന്നെയാണ്. 2026 ജയസൂര്യയെ സംബന്ധിച്ചുള്ള ക്രൂഷ്യലാണ്. ഈ ചിത്രങ്ങൾ 2 വമ്പൻ വിജയങ്ങളായാൽ മാർക്കറ്റ് കുതിച്ചു കയറുന്നൊരു നടനായിട്ട് മാറും ജയസൂര്യ. പൃഥ്വിരാജിൻ്റെ സിനിമകളിൽ പൃഥ്വിരാജിന് ഖലീഫ എന്ന് പറഞ്ഞ സിനിമ ഓൾറെഡി ഇതിൻ്റെ ഗംഭീര ടീസറും ഒക്കെ വന്നിട്ടുണ്ട്. 2 മിനിറ്റ് കൂടുതലുള്ള ടീസറൊക്കെ വന്നിട്ടുണ്ട്. വൈശാഖ് ആക്ഷൻ സംവിധായകനാണ്. ആക്ഷൻ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ ആയിട്ടുള്ള വൈശാഖ് പൃഥ്വിരാജ് ഒന്നിക്കുന്ന സിനിമ, അതും വിദേശത്തൊക്കെ വെച്ച് ചിത്രീകരണം നടക്കുന്നത്. ബിഗ് ബഡ്ജറ്റിൽ തന്നെയാണ് ചിത്രീകരണം നടക്കുന്നത്. അന്നേരം അതും അടുത്ത വർഷം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളിലൊന്നാണ്, ഉറപ്പിച്ച ചിത്രങ്ങളാണ്. ഇനി ദുൽഖറിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ദുൽഖറിന്റെ ഐ ആം ദി ഗെയിം, RDXന്റെ സംവിധാനം നഹാസുമായിട്ട് ഒന്നിക്കുന്ന സിനിമ. അത് ഇത് പറഞ്ഞ പോലെ ടെക്നിക്കൽ ക്രൂസ് എല്ലാം ഗംഭീര ക്രൂ ആണ്. അത് മാത്രമല്ല കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം നായകനായിട്ട് ദുൽഖർ അഭിനയിക്കുന്ന സിനിമ, RDXന്റെ മെഗാ ഹിറ്റിന് ശേഷം നഹാസുമായിട്ട് ഒന്നിക്കുന്ന സിനിമ, അതും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. അതും ഒരുപാട് പ്രതീക്ഷകളുള്ള സിനിമയാണ്. ഒരു സൂപ്പർ ഹീറോയൊക്കെ, ചെറിയ രീതിയിൽ സൂപ്പർ ഹീറോയും സൂപ്പർ നാച്ചുറൽ പവറും ഒക്കെ ഉള്ളൊരു സിനിമയാണ് ഐ ആം ദി ഗെയിം. ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്നതാണ്. ജെയ്ക്സ് ബിജോയ് ആണ് ഈ ഐ ആം ദി ഗെയിമിൻ്റെ അതുപോലെ തന്നെ ഖലീഫയുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ജെയ്ക്സ് ബിജോയ് ആണ്. ജെയ്ക്സ് ബിജോയ്ക്ക് 2025 ഒരുപാട് നല്ല ഹിറ്റുകൾ നൽകിയ വർഷങ്ങളാണ്, തുടരും ലോകയൊക്കെ. അതുപോലെ തന്നെ ദുൽഖറിന്റെ മറ്റൊരു സിനിമ, ദുൽഖർ മെയിൻ ലീഡ് അല്ലെങ്കിലും ഒരു നല്ല എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ വരുന്ന മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കും ഇനിയും ലോക 2. ടോവിനോയാണ് മെയിൻ നായകനെങ്കിലും ദുൽഖർ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളുണ്ട്. അതിൽ ടോവിനോ നായകനാകുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ലോക 2. അതോടൊപ്പം തന്നെ ദുൽഖറിന്റെ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ മമ്മൂട്ടി ഒരു ക്യാമിയോ റോളിൽ എത്തുന്ന ചിത്രമായിരിക്കും. എന്തായാലും നസ്ലിനും കല്യാണി പ്രിയദർശനും ചന്തു സലിംകുമാറും എല്ലാം അണിനിരക്കുന്ന ഒരു വലിയ ചിത്രമായിരിക്കും. ഒരുപാട് പ്രതീക്ഷകളുള്ള, ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ
അഡ്വാൻസ് പ്രീ സെയിലൊക്കെ ഗംഭീരമാകാൻ പോകുന്നൊരു ചിത്രമായിരിക്കും ലോക 2. കാരണം ലോക തന്നെ അതിൻ്റെ വലിയ വിജയത്തിൻ്റെ ശേഷം വരുന്ന ചിത്രമായതുകൊണ്ട് ഭയങ്കര പ്രതീക്ഷയായിരിക്കും. ഇനി അതിനുശേഷം മോഹൻലാലിൻ്റെ ബിഗ് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചിത്രം 2026 തന്നെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. ദൃശ്യത്തിൻ്റെ ഫ്രാഞ്ചൈസിൽ ഇറങ്ങിയ ആദ്യത്തെ ചിത്രം ഗംഭീര വിജയമാണ്. ആദ്യത്തെ മലയാള സിനിമയിലെ ആദ്യത്തെ 50 കോടി നേടിയ ചിത്രമാണ് ദൃശ്യം 3. ദൃശ്യം 1, ദൃശ്യം 2 OTTയിൽ ഇറങ്ങിയെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ആൾക്കാരെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ചിത്രങ്ങളിൽ ഒന്നായി മാറി ദൃശ്യം എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി. അതുകൊണ്ട് ദൃശ്യം 3 ജോർജ് കുട്ടി ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക്. അതോടൊപ്പം പാട്രിയോട്ടിനകത്തും മോഹൻലാൽ തുല്യമായ കഥാപാത്രം മമ്മൂട്ടിയോടൊപ്പം അവതരിപ്പിക്കുന്നതുകൊണ്ട് 2 ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരെണ്ണം. ദൃശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ചിത്രം. ഇനി മമ്മൂട്ടിയിലേക്ക് വരുമ്പം മമ്മൂട്ടിയുടെ പാട്രിയോട്ട് മമ്മൂട്ടി മോഹൻലാലിന് തുല്യ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നു. മഹേഷ് നാരായണൻ്റെ സംവിധാനം. അതിനകത്ത് ഒരുപാട് താരനിബിഡമായ ചിത്രം. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, അങ്ങനെ താരനിബിഡമായ ചിത്രത്തിൽ എന്തായാലും ഏപ്രിൽ റിലീസ് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് പാട്രിയോട്ട്. അതോടൊപ്പം മമ്മൂട്ടിയുടെ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്ത ക്യൂബ് എൻ്റർടൈൻമെൻ്റ് ഇതിൽ ഷാരിഖ് മുഹമ്മദ് നിർമ്മിക്കുന്ന അദ്ദേഹം ആദ്യത്തെ ചിത്രം മാർക്കോ വമ്പൻ വിജയമായിരുന്നു. ഇപ്പം പെപ്പെ വെച്ച് കാട്ടാളൻ ചെയ്യുന്നു. അതിനുശേഷം അടുത്ത വർഷം ഉറപ്പായിട്ടും ഈ സിനിമ ഉണ്ടായിരിക്കും. മമ്മൂട്ടി ഒരു ഡോൺ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതാണെന്ന് പറയുന്നത്. സംവിധായകൻ്റെ പേര് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അതും ബിഗ് ബഡ്ജറ്റ് പടമാണ്. ഹോളിവുഡ് ക്രൂസൊക്കെ ഒരുമിക്കുന്ന സിനിമയാണ്. എന്നിരുന്നാലും മലയാളത്തിനെ ഒരു വേറൊരു ലെവലാക്കാൻ സാധ്യതയുള്ള ചിത്രങ്ങളായി ഇതിൽ കുറേ ചിത്രങ്ങൾ വരും. എല്ലാ ചിത്രങ്ങളും നമുക്ക് വമ്പൻ വിജയങ്ങളാകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വമ്പൻ വിജയങ്ങളാകട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ ഇതിനകത്ത് ഏതൊക്കെ ചിത്രങ്ങൾ ഗംഭീരമാകാം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയുക. ഇതിനകത്ത് ഏതൊക്കെ ചിത്രങ്ങൾ പരാജയപ്പെടാൻ നിങ്ങൾക്ക് തോന്നുന്ന സാധ്യതയുള്ള ചിത്രങ്ങൾ, ഏതൊക്കെ ചിത്രങ്ങൾ വമ്പൻ വിജയങ്ങളാകാം? പരാജയപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ഇത്ര വേണ്ട, വിജയങ്ങളാകാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയുണ്ട് എന്ന് നിങ്ങൾ പ്രേക്ഷകരെ തിരഞ്ഞെടുക്കുക. 2026 എല്ലാ രീതിയിലും മലയാള സിനിമ ഗംഭീരമായാൽ നമുക്ക് ബാക്കിയുള്ള ഇൻഡസ്ട്രിക്ക് മുമ്പിൽ, ഇന്ത്യൻ സിനിമയ്ക്ക് മുമ്പിൽ അഭിമാനിക്കാം. അടിപൊളിയായിരിക്കും. എല്ലാം കൊണ്ടും ടെക്നിക്കലായിട്ട് തിയേറ്റർ വാച്ചാണ് ഈ സിനിമകളെല്ലാം. അതുകൊണ്ട് തിയേറ്ററിൽ പോയി നമുക്ക് അടിച്ചു പൊളിച്ച് കാണാനുള്ള എല്ലാ സിനിമകളും എല്ലാ നടന്മാരുടെയും വരുന്നുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ കുറച്ച് പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇട്ടേക്കുക. എന്തായാലും ഒരു ചിത്രം ഇതിനിടയ്ക്ക് വിട്ടുപോയി, ആസിഫ് അലിയുടെ ടിക്കറ്റാക്ക. ആസിഫ് അലിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. ടെക്നിക്കൽ വശങ്ങളെല്ലാം അടിപൊളിയാണ്. ആസിഫ് അലിയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രം അത് വിട്ടുപോയി ക്ഷമിക്കുന്നു. അന്നേരം നിങ്ങൾ ഇട്ടേക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ചിത്രം ഇതിനകത്ത് ഏതാണ്? എന്തായാലും 2026 ദൃശ്യവിരുന്നും അതുപോലെ കണ്ടന്റ് കൊണ്ടും എല്ലാം സമ്പന്നമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.